പുറത്ത് വന്നിട്ടുണ്ട്. പേപ്പർ കിട്ടി, അറിയാത്ത ആഴപ്പി. ഓക്കെ ഗൈസ്, ഞാൻ ആദ്യം പറയുവാണെങ്കിൽ എനിക്ക് ഹിന്ദിയാണ് ഗൈസ്. അതുണ്ടോ ഹിന്ദി? നമുക്ക് ഇവിടെ വയ്ക്കാൻ തൽക്കാലത്തേക്ക് പേപ്പേഴ്സിന്. ഓക്കെ, അപ്പം എനിക്ക് ആദ്യത്തേതെന്ന് പറയുന്നത് ഹിന്ദിയാണ്. ഹിന്ദി കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വെരി മാർക്കീസ് കണ്ടോളൂ. 27 ഔട്ട് ഓഫ് 30. 30ൽ 27 കിട്ടിയിരിക്കുകയാണ് ഗൈസ് എനിക്ക്. വി ഗുഡ്. നെക്സ്റ്റ് നോക്കാം. ഞങ്ങൾ പിന്നെ യു പി ചെയ്തുകൊണ്ട് IT GK ആ കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്. GKയിൽ 25, 24. നെക്സ്റ്റ് IT വന്നിട്ട് ഗൈസ്, IT ഓപ്പൺലി പറയുവാണെങ്കിൽ IT എനിക്ക് കിട്ടിയിരിക്കുന്ന മാർക്സ് 25ൽ 25, 25 ഔട്ട് ഓഫ് 25 കണ്ടോ. നെക്സ്റ്റ് സോഷ്യൽ സയൻസ്. സോഷ്യൽ ചോദിക്കുകയാണെങ്കിൽ സോഷ്യൽ സയൻസ് മാർക്ക് കിട്ടുന്നത് 27 ഗൈസ്. 30ൽ 26 +1 ആണ് ഗൈസ് കിട്ടിയിരിക്കുന്നത് കണ്ടോ. 26 ഔട്ട് ഓഫ് 30. ഗുഡ്. നെക്സ്റ്റ് ഇംഗ്ലീഷ് ആൻഡ് ഗ്രാമർ. അപ്പോൾ ഗ്രാമർ എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് ബുക്കുണ്ട്, പക്ഷെ നമ്മളങ്ങനെ എക്സാമൊന്നും വയ്ക്കാറില്ല. മെയിനായിട്ട് ഇംഗ്ലീഷാണ് വയ്ക്കാറുള്ളത്. പക്ഷേ ഈ ഇടയ്ക്ക് ഒരു ഫിഫ്ത്തിലൊക്കെ പഠിക്കാൻ തുടങ്ങിയ സമയത്ത്, 5th ആണോ 6th ആണോ ഏതൊരു വർഷം മുതൽ തന്നെ ഓൺ എക്സാമിനായിക്കോട്ടെ, 5th ഇല്ല തോന്നുന്നു, 6th മുതൽ. ഞാനിപ്പോൾ 6th പഠിക്കുന്നത്. സോ 6th മുതൽ എല്ലാ മിഡ് ടേം എക്സാമിനില്ല, ഓൺ എക്സാമിനൊക്കെ ഗ്രാമർ വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഗ്രാമറിൽ എനിക്ക് കിട്ടിയ മാർക്ക് 15 ഔട്ട് ഓഫ് 15. നെക്സ്റ്റ് ഇംഗ്ലീഷിൻ്റെ ആണ്. ഞാനിവിടെ ഗ്രാമർ പേപ്പറും ടീച്ചർ പറഞ്ഞത് ഗ്രാമർ പേപ്പറും ഇംഗ്ലീഷ് പേപ്പറും അറ്റാച്ച് ചെയ്ത് വെക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഗൈസ്, ഇംഗ്ലീഷിൽ വന്നിട്ട് 30 ഔട്ട് ഓഫ് 29. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മലയാളം 1 or 2 ആണത്. മലയാളം 2 അടിസ്ഥാന പാഠാവലിയിൽ മലയാളം 1 or 2 ഗൈസ്. 30ൽ 26 ഗൈസ്. നെക്സ്റ്റ് വന്നിട്ട് ബേസിക് സയൻസ് ആണ്. സയൻസിൽ 30ൽ 25, 26. നെക്സ്റ്റ് മലയാളം വീണ്ടും മലയാളം 2 ഉണ്ട്, 1 ഉണ്ട്. അതുകൊണ്ട് അടിസ്ഥാന കേരള പാഠാവലി, കേരള പാഠാവലി. ഇത് കേരള പാഠാവലിയിൽ കേരള പാഠാവലിയിൽ 30ൽ 27. കണ്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട പേപ്പർ എന്തെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നതെന്ന്.
അതൊക്കെ ഒരു വലിയ കഥയാണ്. ഞാൻ എന്തായാലും പറയാം, സമയം വക്തായേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഫൈനലായിട്ടൊക്കെ എഴുതിയ ശേഷം പേപ്പർ മടക്കി ത്രെഡ് കിട്ടുന്ന സമയത്ത് കുറച്ച് അതായത് ആക്രാന്തം കൂടിപ്പോയി, അല്ല എന്താ പറയുക, ആവശ്യം കൂടിപ്പോയി തോന്നുന്നു. നന്നായിട്ട് ടൈറ്റ് ഇങ്ങനെ കെട്ടിയതാണ് ഒരൊറ്റ വലി. അത് പേപ്പർ ആക്ച്വലി ഇങ്ങനെ നമ്മളിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കീറില്ലേ അതുപോലെ. ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, കാരണം ഇത് ചെയ്യുന്നത്, ഇതായത് എൻ്റെ അതുകൊണ്ട് ഞാനാകെ പാട് ടെൻഷനായി. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു ഇതെന്താ ചെയ്യാതെ. അപ്പം അവളാ പറഞ്ഞ് ടെൻഷൻ അടിക്കാതിരിക്കുക, ഇപ്പം ഇതാണ് എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊരു ഹോളിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഹോളിട്ടിട്ട് ബാക്കി ആ പേപ്പറിൻ്റെ കൂടെ കെട്ടാൻ. താങ്ക്സ് ഡി പറഞ്ഞത്. പിന്നെ ഞാൻ വേറെ ത്രെഡ് മേടിച്ചു, കാരണം ഞാൻ കെട്ടി 3 പ്രാവശ്യം കെട്ടി, 4ാമത്തെ പ്രാവശ്യം ക്ലിപ്പ് അവിടെ വെച്ചു. ഞാൻ എൻ്റെ രാവിലെ വെളിയിൽ ടേബിൾ വെച്ച് പോകുന്നു, ടേബിളിൽ വെച്ച് എനിക്ക് അറിഞ്ഞൂടെ അവിടെ വെച്ച്. പൊക്ക അപ്പോൾ ആ ഒരു പ്രാവശ്യം എല്ലാം കൂടെ 5. മൊത്തം പൊടി. അപ്പോൾ ആ ഒരു പ്രാവശ്യം എനിക്ക് ഭയങ്കര ടെൻഷനായി അങ്ങനെ കയറിയപ്പോൾ അവളുടെ ഫ്രണ്ടാണ് പറഞ്ഞത് ഒരു ഹോളിട് വേറെ ത്രെഡ് മേടിക്ക്. എന്നിട്ട് ഇപ്പം ഞാൻ കെട്ടിയിട്ടാണ് അതായത് ആദ്യം കെട്ടി ഞാൻ 4ാമത്തെ പ്രാവശ്യം ഒന്ന് വലിച്ചപ്പോഴാണ് അത് കയറിയത്. 4 വട്ടമൊക്കെ എന്തിനാ ചെയ്തതെന്ന് ചോദിക്കുന്നവർക്ക് 4ാമത്തെ വട്ടം കിട്ടപ്പോൾ അത് കയറി. ഫ്രണ്ട് ഒന്ന് ഹോളിടാൻ പറഞ്ഞു, വേറെ ത്രെഡ് മേടിക്കാൻ പറഞ്ഞു, എന്നിട്ട് അത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കെട്ടാൻ പറഞ്ഞു. ഓക്കെ ഡി താങ്ക് യു എന്ന് പറഞ്ഞതിന് പിന്നെ കൊടുത്തു പേപ്പർ. സ്ഥലം ഇരിക്കണു. നെക്സ്റ്റ് എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും എന്തിയ മാത്സ് പേപ്പർ. ഓപ്പൺലി പറയുകയാണെങ്കിൽ മാത്സിൽ എനിക്ക് കുറവാണ് കേസ്. ഞാനത് നിങ്ങളോട് ഓപ്പണായിട്ട് പറയാമെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് മാത്സ് പൊതുവേ തന്നെ ഭയങ്കര കഷ്ടമാണ്. കഷ്ടം പറഞ്ഞാൽ നല്ല കഷ്ടമാണ്. എനിക്ക് ഫോർത്ത് വരെ ഒക്കെ ഓക്കെ, 5th എങ്ങനെയൊക്കെ പോയി. 25-ൽ 17 മേടിച്ച് ഞാൻ എങ്ങനെയൊക്കെ പോയി. ഇതേപ്പോതാ 30 ഗൈസ് മാത്സ്. തീരെ അത് നടന്നില്ല ഗൈസ്. സത്യം പറഞ്ഞു വിചാരിച്ച മാർക്ക് ഇച്ചിരി കുറവാണ്. എല്ലാം എനിക്ക് ഔട്ട് ഓഫ് 30 ആണ്. ആ 30-ൽ ഞാൻ മേടിച്ചു കൊണ്ടുവന്ന മാർക്ക് ഇച്ചിരി കുറഞ്ഞു പോയി. ഇച്ചിരി നല്ലപോലെ കുറഞ്ഞു പോയി. ഫെയിലായോ ഇപ്പോൾ? അതല്ല ഗൈസ്, ഫെയിലൊന്നും ആയിട്ടില്ല. B+ ആണ് ഗൈസ് മാത്സിൽ, B+. പക്ഷേ അപ്പോൾ അച്ഛനമ്മക്ക് ചീത്ത പറയല്ലേ ഗൈസ്? ഇല്ല, അങ്ങനെ ഇല്ല. കാരണം ഞാനിപ്പോൾ ഈ മാത്സിൽ ഫെയിലിന് സാധനം ഞാൻ മാർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ എനിക്ക് മാത്സിൽ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാ സബ്ജക്റ്റിലും ഞാൻ അമ്മ പറഞ്ഞ മാർക്ക് തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. 25-ൻ്റെ ഇത് 26 27 അപ്പം ഞാനത് പാലിച്ചു. രംഗച്ചേട്ടൻ പറഞ്ഞിരിക്കും. അപ്പം ഞാനത് പാലിച്ചു. അമ്മ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതിനോട് എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് നെക്സ്റ്റ് ടൈം മേടിക്കുമെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. 30 out of 19.5. 19.5. 10 മാർക്ക് എവിടെ പോയി? ടീച്ചറിനുള്ള മാർക്ക് തരാത്ത എന്താ പറ്റി? സംഭവം ടീച്ചറിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ടീച്ചർ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ല. ഇപ്പോൾ തെറ്റാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തല്ലോ പറഞ്ഞിട്ട് എനിക്ക് 1/2 മാർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിട്ട് ടീച്ചർ ശരിയാണല്ലോ, ടീച്ചറിൻ്റെ മാർക്ക് തന്നില്ല പറയുമ്പോൾ എൻ്റെ പേപ്പറുള്ള എല്ലാ അരയും വെട്ടിയ ശേഷം ഇപ്പോൾ ഓക്കെ അല്ലേ പറഞ്ഞു.
നെക്സ്റ്റ് പ്രാവശ്യം ഞാൻ എന്തായാലും ഒന്ന് പോയി ചോദിച്ചു, ടീച്ചർ ഇവിടെ എന്തായാലും ശരിയാണ്, ടീച്ചർക്ക് വേറെ അര മാർക്കൊന്നുമില്ല, എനിക്ക് അവിടെ 2 ഉള്ളൂ, അതും കെട്ടാം. അപ്പം ശരിയല്ലേ, പോയി നോക്കാം. പിന്നെ 19 ആക്കി. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മാർക്ക് എത്രയുണ്ട് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. സോ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ മാർക്ക് റിവീലിംഗ് വീഡിയോ. എൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് റിവീലിംഗ് വീഡിയോ ഇതാണ്. ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് നിങ്ങളോട് എന്താ പറയുക, എൻ്റെ ഫാമിലി റിലേറ്റീവ്സൊക്കെ ഇവരെ അറിയുന്നു എൻ്റെ മാർക്ക് എന്താണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ബേസിക്കലി ആയിട്ട് ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെയ്ക്കും അങ്ങനെ ചെയ്തിട്ടുമില്ല. ഇത് ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ മാർക്ക് റിവീലിംഗ് വീഡിയോ ആദ്യമായിട്ട് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പം എനിക്ക് ഇങ്ങനത്തെ മാർക്ക് എനിക്ക് മാത്രമല്ല, ഇവിടുത്തെ ഇപ്പം എനിക്ക് കാണുന്ന ചില ആൾക്കാർക്കും ആ മാർക്ക് കിട്ടിയിട്ടുണ്ടാകാം. അവരും ഈ വീഡിയോ അയ്യോ എനിക്ക് വേണ്ട, അവരൊക്കെ കളിയാക്കും പറഞ്ഞു അവരാരും ഒന്നും ചെയ്യാറില്ല, അവരാരും അങ്ങനെ പൊത്തി വെക്കാറൊന്നുമില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് എൻ്റെ മാർക്കിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞിരിക്കും. ഇറ്റ്സ് ഓക്കെ, നെക്സ്റ്റ് ടൈം ഞാൻ അടിപൊളിയായിട്ട് മാർക്ക് മേടിക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും. സോഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലിൽ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടാൻ കാരണം ഞാൻ രാവിലെ 7 മണിക്ക് വൈകിട്ട് സ്കൂൾ വിട്ട് വന്ന ശേഷം 6 മണിക്ക് 7 മണിക്ക് വേണം 7 മണിക്ക് ഇരുന്ന ശേഷം ആദ്യം മുതൽ പഠിക്കണ്ടേ, 7 മണിക്ക് ഇരുന്ന ശേഷം ചായ വന്നു തോന്നുന്നു. 7 മണിക്ക് ശേഷം ഇരുന്ന് 4 മണി വരെ ഞാൻ ഇരുന്ന് പഠിച്ചു. അപ്പോൾ അതിൽ എൻ്റെ ഹാർഡ് വർക്ക് എനിക്ക് കാണാൻ പറ്റും, എനിക്ക് എൻ്റെ ചേച്ചിക്കും കാണാൻ പറ്റും. എൻ്റെ ചേച്ചി 3 മണി വരെ ഇരുന്ന് പഠിച്ചു. മാത്സിലായിക്കോട്ടെ അവൾ 5 മണി 4 മണി വരെയൊക്കെ പഠിച്ചു. കാരണം അത്രയും ഹാർഡ് വർക്ക് നമ്മൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാർക്ക് കിട്ടിയതിന് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇപ്പോൾ ചിലവരുണ്ടാവും, ചില പാരൻസ് മാർക്ക് കിട്ടി കുറച്ച് കുറവായതിന് ഒരു ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. ലീവ് ഇറ്റ് ഗൈസ്, നമ്മുടെ മാർക്ക് ഇപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നന്നായി പഠിച്ച് നമ്മുടെ പാരൻസിനെ ജസ്റ്റ് ഒന്ന് പ്രൗഡാക്കുമ്പോൾ അവർക്ക് നല്ല ഹാപ്പി ആയിട്ടുണ്ടാവും. സ്കൂളിൽ കയറുമ്പോൾ തന്നെ ആളുടെ അമ്മയല്ലേ നന്നായി പഠിച്ചു കേട്ടോ, കുട്ടി നല്ല സ്മാർട്ടാണ് കേട്ടോ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ എത്ര സന്തോഷമായിട്ടുണ്ടാവും. അപ്പം അവർ സന്തോഷമാവും, നമ്മളും സന്തോഷമാവും. സോ കുറുമ്പൊന്നും കാട്ടാതിരിക്കുക പ്ലീസ്, സെറ്റ്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇതൊക്കെയാണ് എൻ്റെ എന്താ പറയുക മാർക്കിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പഠിക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിക്കും. മാത്സിലോ പഠിക്കുമോ ചോദിച്ചാൽ പഠിക്കും, പഠിക്കില്ല ചോദിച്ചാൽ പഠിക്കില്ല. എനിക്ക് മാത്സിൽ ക്ലാസ്സിൽ ഇന്ന് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ അറിയാം, പക്ഷെ അറിയില്ല എന്താ മാർക്ക് വരുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ ഇത്ര എളുപ്പം എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര എല്ലാവർക്കും എത്ര മാർക്ക് കിട്ടിയ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഈ മാർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാത്സിൻ്റെ ആരും കമൻറ്റ് ചെയ്യരുത്, ബാക്കിയുള്ള കമൻറ്റൊക്കെ ചെയ്തോളൂ ഗൈസ്. മാത്സിൻ്റെ ആരും കമൻറ്റ് ചെയ്യരുത്, മീൻസ് എൻ്റെ മാർക്കിനെ പറ്റി നിങ്ങൾ മാത്സിൻ്റെ കമൻറ്റ് ആരും ചെയ്യരുത്. നിങ്ങളുടെ മാത്സിൻ്റെ ഇതൊക്കെ നിങ്ങൾ എന്തായാലും പറയാം. ഓക്കെ ഗൈസ്, ബൈ ബൈ, ലവ് യു ഗൈസ്.